சக்தி. நான் உன்னை விரும்பல, உண்மையில ஆசைப்படல, நீ அழகா இருக்க நினைக்கல. ஆனா இதெல்லாம் நடந்துன்னு பயமா இருக்க. யோசிச்சு சொல்லு. അന്ന് ഈ ഡയലോഗ് ആ നടൻ പറഞ്ഞപ്പോൾ ഇതൊരു ചരിത്രമായി മാറുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. ഹിറ്റ് മേക്കറിന്റെ ഫ്രെയിംസിൽ വെള്ളിത്തിരയിൽ ആ റൊമാൻറ്റിക് നടൻ അന്ന് ജനങ്ങളുടെ മനസ്സിലായിരുന്നു പകർന്നാടിയിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം മാധവൻ എന്ന ആ നടനെ പിന്നീട് ജനങ്ങളും ആരാധകരും സ്നേഹപൂർവ്വം മാഡി എന്ന് വിളിച്ചു തുടങ്ങി. പിന്നീട് ചോക്ലേറ്റ് ഹീറോ ആയും സീരിയസ് ക്യാരക്ടറിലൂടെയും പതിയെ സ്വഭാവ നടനിലേക്ക് അയാൾ മാറി തുടങ്ങി. അൻപേ ശിവം, ആയുധ എഴുത്ത്, യവനോ ഒരുവൻ ഒക്കെ ഇതിന് ഉദാഹരണമെന്ന് തന്നെ വേണം പറയാൻ. 3 ഇഡിയറ്റ്സിലൂടെ ബോളിവുഡിലേക്ക് വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തിയ മാധവൻ പിന്നീട് ഹിന്ദിയിൽ തുടരെ സിനിമകൾ ചെയ്തു. 2022 ISRO ഉദ്യോഗസ്ഥനായ നമ്പി നാരായണന്റെ ജീവിതകഥ പറഞ്ഞ റോക്കറ്റ്രി ദ നമ്പി എഫക്റ്റ് എന്ന ചിത്രത്തിലൂടെ സംവിധാനത്തിലും അയാൾ തന്റെ കാൽച്ചുവട് ഉറപ്പിച്ചു. നല്ല കഥകളും തിരക്കഥകളും നോക്കി സെലക്ട് ചെയ്യുന്നതുകൊണ്ടാകാം മാധവൻ എന്ന നടനെ പ്രേക്ഷകർ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത്. ഒടുവിൽ ഇറങ്ങിയ കേസരി ചാപ്റ്റർ 2 എന്ന ചിത്രത്തിലെ നെവിൽ മെക്കൻലി എന്ന കഥാപാത്രം ഇപ്പോഴും തിയേറ്ററിൽ വിജയകരമായി ഓടുകയാണ്. മിത്രൻ ജവഹറിന്റെ സംവിധാനത്തിൽ വരുന്ന അദൃഷ്ടശാലിയും വിവേക് സോണിയുടെ സംവിധാനത്തിലെത്തുന്ന OTT ചിത്രമായ ആപ് ജയ്സേ കോയും ആണ് മാധവന്റേതായി റിലീസിനെത്തുന്ന അടുത്ത സിനിമകൾ. ഈ 55-ാം വയസ്സിലും ആ പഴയ ചോക്ലേറ്റ് ലുക്കിൽ തന്നെയാണ് മാഡി ഇപ്പോഴും. ആ പഴയ സ്മൈലും ഗ്ലാമറും ഒന്നും ഇപ്പോഴും എങ്ങോട്ടും പോയിട്ടില്ല. അത് എന്നും നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ മായാതെ നിൽക്കും.